ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്നൊരു പുതിയൊരു ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. അന്നൊരു ബീച്ചിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നോർത്ത് വെയിൽസിലാണ് നമ്മളിന്നുള്ളത്. നോർത്ത് വെയിൽസിലെ ഒരു ബീച്ചിലാണ്. ലാൻഡുട്നോ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അതിമനോഹരമായ ഒരു ബീച്ചാണ്. ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. പബിൾസാണ് ബീച്ച് സൈഡ് കംപ്ലീറ്റ് ഫില്ല് ചെയ്തിരിക്കുന്നത്. അതിമനോഹരമായ, എവിടെയും ചളിയാവുക അല്ലെങ്കിൽ പൊടിയാവുക ഒന്നുമില്ല. വളരെ മനോഹരമായിട്ടാണ് ഉള്ള സ്ഥലം. ബീച്ച് പൊതുവേ നമ്മുടെ നാട്ടിലുള്ള പോലെ കുളിക്കുന്ന അല്ലെങ്കിൽ ബീച്ചിൽ ചാടി രസിക്കുന്ന ആൾക്കാരെയൊന്നും ഇവിടെ കാണാനില്ല. എന്നാലും അടിപൊളി സ്ഥലമാണ്. എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. എവിടെ നോക്കിയാലും ഫുള്ളായിട്ട് ഹോട്ടൽസാണ്. കംപ്ലീറ്റ് ടൂറിസ്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാൽ പോലെ കംപ്ലീറ്റ് ഹോട്ടൽസാണ്. കംപ്ലീറ്റ് എല്ലാ ബീച്ചിൻ്റെ സൈഡ് കംപ്ലീറ്റ് ഹോട്ടൽസാണ്. നല്ല അറ്റ്മോസ്ഫിയറാണ്. നല്ല വൃത്തിയും വെടിപ്പും ഒക്കെയുള്ള നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. കാണാനും കൊള്ളാം. അതുപോലെ തന്നെ നടക്കാനാണെങ്കിലും എന്താ പറയുക, നല്ല ഫുട്പാത്ത് അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൊണ്ടും വൃത്തിയുള്ളതായതുകൊണ്ട് തന്നെ കാണാനും നടക്കാനും ഒക്കെ നല്ല ഭംഗിയുള്ള ഒരു സുഖമുള്ള സ്ഥലം, വൃത്തിയുള്ള സ്ഥലം. ഹോട്ടലുകൾ നിറയുണ്ട്. അതുപോലെ നമ്മൾ ഈ ബീച്ച് കംപ്ലീറ്റ് ഉള്ളിലേക്ക് വലിഞ്ഞു പോവാണ്. വെള്ളം വലിഞ്ഞു പോകാൻ നമ്മൾ വേലിയിറക്കം എന്ന് പറയുന്നത് ഇത് ഇവിടെ വലിഞ്ഞു പോകും. നമ്മൾ കുറച്ചുകൂടി നിൽക്കും തോറും പിന്നെയും വലിഞ്ഞു പോകും. പട്ടിയും കൊണ്ടും കുട്ടിയും കൊണ്ടൊക്കെ നടക്കാൻ ഇറങ്ങിയ ആൾക്കാരാണ്. പിന്നെ ഇവന്മാർ സീഗിള്, ഇവിടെ നിറയെ സീഗിൾസിൻ്റെ ഒരു ഏരിയ ആണ്. അതുപോലെ ഇതൊരു സ്മാരകമാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി, അതായത് സോൾജേഴ്സിന് വേണ്ടിയുള്ള അവരുടെ സ്മാരകമാണിത്. അന്ന് മരണപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ് അതിനകത്ത് ആലേഖനം ചെയ്തിരിക്കുന്നത്. ഒരു 2ാം ലോക മഹായുദ്ധത്തിൽ 1938-35 എപ്പോഴാണ് തുടങ്ങിയത്? അന്ന് മുതലുള്ള 45 വരെ, 39 മുതൽ 45 വരെയുള്ള കാലഘട്ടത്തിൽ യുദ്ധത്തിൽ മരിച്ച ആൾക്കാരുടെ സ്മരണാർത്ഥം അവരുടെ ഒരു അവർക്ക് വേണ്ടിയുള്ള സ്മാരകമാണിത്. അതുപോലെ ഇത് ബീച്ച് നമുക്ക് ബീച്ച് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സിറ്റി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമുണ്ട്. കുട്ടികൾക്കുള്ള സ്കൈ വീലും അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള ഗെയിംസൊക്കെ ഇവിടെ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. അതുപോലെ കടൽ ഉൾവലിഞ്ഞു പോയത് കണ്ടില്ലേ, കംപ്ലീറ്റ് ആണ്. നമ്മൾ ശരിക്കും എത്ര കിലോമീറ്റർ കണക്കിന് ഇത് ഉള്ളിലേക്ക് വലിഞ്ഞു പോകും. അപ്പോൾ ഉൾവലിഞ്ഞു പോയതാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടക്കുന്നത് മറൈൻ ഡ്രൈവിലൂടെയാണ്. ഉൾവലിഞ്ഞു പോയ ഇവിടെ കംപ്ലീറ്റ്. അതുപോലെ കുട്ടികൾക്കുള്ള ഗെയിംസിൻ്റെ ഒരു ഇതാണത് കംപ്ലീറ്റ്. അതുപോലെ കുട്ടികളുടെ ഗെയിമിൻ്റെ ഗെയിം സ്റ്റേഷനാണിത്. നല്ല ഇഷ്ടം പോലെ ഗെയിംസ് ഉണ്ട് കുട്ടികൾക്ക് എൻജോയ്. അത് കുട്ടികൾ ഫാമിലി ആയിട്ട് വരുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം ആണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ വലിയവർക്ക് എൻജോയ് ചെയ്യാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട് ഇവിടെ. കുട്ടികളോടൊപ്പം വലിയവർക്കും എൻജോയ് ചെയ്യാം. വളരെ മനോഹരമായ ഒരു സ്ഥലം, നല്ല എല്ലാം കൊണ്ടും വളരെ രസകരമായ ഒരു സ്ഥലം. ഔട്ട്ഡോർ ഗെയിമുകൾ എല്ലാം ഉള്ള സ്ഥലമാണ് കേട്ടോ. ആക്ടിവിറ്റീസൊക്കെ ഉള്ള സ്ഥലമാണ്. ഈ മറൈൻ ഡ്രൈവിൻ്റെ ഒരു എൻഡിലാണ് ഇത് നമ്മൾ വലിയ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് ഇവിടെയും ഗെയിംസാണ്, ടേബിൾ ഗെയിംസാണ് ഇവിടെ ഉള്ളത് കൂടുതൽ. ഇതിനുള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടേബിൾ ഗെയിംസാണ്. ഇത് വലിയ ആളുകൾക്കുള്ള പബ്ബും അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളൊക്കെയാണ് ഇവിടെ. ഇതൊക്കെ ടേബിൾ ഗെയിംസാണ് കൂടുതലുള്ള വലിയവർക്കുള്ള. വളരെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ. കാരണം വന്നിട്ട് വളരെ എന്താ പറയുക, വളരെ ഇഷ്ടപ്പെട്ടൊരു സ്ഥലം. ഇത് മറൈൻ ഡ്രൈവിൻ്റെ എൻഡാണ്. ഇവിടെ നിന്ന് നമുക്ക് കടലിലേക്കുള്ള നല്ലൊരു വ്യൂ ഉണ്ട്. അതുപോലെ തന്നെ കടലിൽ
ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവിടെ. അതിനുള്ള സൗകര്യമുണ്ട്. കണ്ടില്ലേ, ഇത് ഫിഷിങ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇതൊക്കെയാണ് ഈ നാട്ടിലെ ആൾക്കാരുടെ എൻജോയ്മെൻറ്റ്. അതുപോലെ തന്നെ ഇത് ലാൻഡുഡ്നോൻ്റെ ഒരു സൈഡാണ്. ഇതൊരു ഹില്ലാണ്. 2 ഹില്ലുകളുടെ നടുക്കാണ് ഈ സിറ്റി വരുന്നത്. സിറ്റിയും ഈ ഡെസ്റ്റിനേഷൻ വരുന്നത്. കടലിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന ക്ലിഫായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയ കേബിൾ കാർ സിസ്റ്റമാണത്. അതുപോലെ തന്നെ ഗ്രേറ്റ് ഓർമി ട്രാംവേ, ഇത് രണ്ടും ഇവിടുത്തെ പ്രധാനപ്പെട്ട 2 അട്രാക്ഷൻസാണ്. ഈ പറഞ്ഞ സ്ഥലം, നമ്മൾ ഈ സിറ്റി കാണാൻ വേണ്ടിയിട്ടുള്ള ഓപ്പൺ ബസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത് നമുക്ക് സിറ്റിയിൽ നമുക്ക് കറങ്ങി കാണാം. ഞാനും ഒരു ടിക്കറ്റ് എടുത്ത് ഞാനും കയറി സിറ്റി എല്ലാം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാൻ പറ്റിയ ഒരു നല്ല ഒരു സംഭവമാണ് ഈ ബസ്, ഓപ്പൺ ബസ്. സിറ്റി മുഴുവനായിട്ട് നമുക്ക് ഈ ബസ്സിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഈ സിറ്റി വേറെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ, ബസ്സിന് നമുക്ക് 24 hours ഇതിൻ്റെ ടിക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. നമുക്കത് ഓരോ ഡെസ്റ്റിനേഷനിൽ പോയി നമുക്ക് അവിടെ ഇറങ്ങി നമുക്ക് അത് എക്സ്പ്ലോർ ചെയ്ത് തിരിച്ച് വീണ്ടും നമുക്ക് റോട്ടിലേക്ക് ഇറങ്ങി ബസ് സ്റ്റോപ്പിലേക്ക് വന്നാൽ ഈ ബസ് ഇതുപോലെ തന്നെ വീണ്ടും റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ബസ് കയറി വീണ്ടും നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം. 24 hours ഈ ഒരു ടിക്കറ്റ് നമുക്ക് പിന്നെ അതിൻ്റെ വാലിഡിറ്റി ഉള്ളത്. അപ്പോൾ നമ്മൾ തലേദിവസം വന്ന് അവിടെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ടിക്കറ്റ് നമ്മൾ പിറ്റേ ദിവസത്തേക്കും കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ വളരെ വൃത്തിയും വെടുപ്പുള്ള നല്ല വൃത്തിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ നോർത്ത് വെയിൽസ്. ഈ സ്ഥലമൊക്കെ നല്ല എന്താ പറയുക, വളരെ വൃത്തിയാണ്. എവിടെ ഏത് ഏരിയ നോക്കിക്കഴിഞ്ഞാലും, ഒരു വീടെടുത്ത് നോക്കിയാലും ഒക്കെ, എല്ലാ വീടുകളാണെങ്കിലും ഒക്കെ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലം. ഇതൊരു കാസിലാണ്. ഈ കാസിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങണം വിചാരിച്ചു, നടന്നില്ല. മറ്റൊരു ദിവസം വന്നത് കാസിൽ ഞാൻ വീണ്ടും എക്സ്പ്ലോർ ചെയ്ത് മറ്റൊരു വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും. നമ്മൾ വീഡിയോ ഫോളോ ചെയ്യുന്നവർക്ക് വീണ്ടും കാസിലിനെ കുറിച്ച് നമ്മൾ അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. ഈ കോൺവേ എന്ന പട്ടണത്തിൽ മതിലുകെട്ടി സംരക്ഷിക്കുന്ന ഭാഗമായി നിർമ്മിച്ചതാണ് ഈ കാസിൽ. മൊത്തം ടൗൺ എന്ന് പറയുമ്പോൾ ഒരു ടൗൺഷിപ്പ് പഴയ ഒരു ഓൾഡ് ടൗണിനെ മൊത്തം കവർ ചെയ്തിട്ടാണ് ഈ കാസിലുള്ളത്. മൊത്തം ഒരു വോളാണ്. ഈ വോളിൽ ഓരോ ഗേറ്റ് ഉണ്ട്. ഈ ഗേറ്റ് ഓരോ ഗേറ്റ് കടക്കുമ്പോൾ ഈ ടൗണിന് മൊത്തം ഒരു ഗേറ്റ് ഉണ്ട്. ഓരോ റോഡ് ഓരോ ഗേറ്റിലാണ് വരുന്നത്. ഗേറ്റ് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് എൻ്റെ കാസിലിൻ്റെ ഒരു പൂർണ്ണ രൂപം. ഇവിടുന്ന് ഇത് കാസിൽ കടലിനോട് ചേർന്നാണ് കിടക്കുന്നത്. അതായത് പണ്ട് കാലത്ത് വാണിജ്യ ആവശ്യത്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ ചരിത്രവും കാര്യമൊക്കെ അടുത്തൊരു വീഡിയോയിൽ എക്സ്പ്ലോർ ചെയ്യുന്നതായിരിക്കും. ഈ കാസിലിനോട് ചേർന്ന് തന്നെ ഒരു ഹാങ് ബ്രിഡ്ജ് ഉണ്ട്. ഈ ഹാങ് ബ്രിഡ്ജിൻ്റെ ചെയിൻസ് അത് 1800-കളിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. ലാൻഡുഡ്നോ പൊതുവെ നല്ല വൃത്തിയുള്ള ഒരു ടൗണാണ്. കാരണം എവിടെയും വൃത്തിയാണ്. വളരെ സൈലൻ്റായ മനോഹരമായ ഒരു ദ്വീപിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയാണ്. ശരിക്കും ഒരു ദ്വീപാണ്. കാരണം 3 സൈഡും സീയാണ്. ആ സീൻ്റെ നടുക്കാണ് വരുന്നത് ഈ ലാൻഡുഡ്നോ. ഒരു ദിവസം വന്ന് നമുക്ക് സ്റ്റേ ചെയ്ത് കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതിനുവേണ്ട എല്ലാ സംഭവങ്ങളും ഇവിടെയുണ്ട്. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണത്. എവിടെ നിന്ന് നോക്കിയാലും നമുക്കത് ശരിക്കും കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം. എവിടെ നോക്കിയാലും വൃത്തിയാണ്. നല്ല ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ നല്ല ഹോട്ടൽസ്,
അതുപോലെ തന്നെ നമ്മൾ ഈ കയറിയ ബസ് നമുക്ക് ചുറ്റി നമ്മൾ ഏകദേശം നമ്മൾ ആ ഡെസ്റ്റിനേഷനൊക്കെ ചുറ്റി നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ ബസ് എത്തിയിരിക്കുകയാണ്. നമ്മൾ വീണ്ടും ഇവിടെ ഇറങ്ങുകയാണ്. നമ്മൾ അടുത്ത വീഡിയോ കാണാം.